അപ്പോൾ നമ്മുടെ Fourier ട്രാൻസ്ഫോമിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് Fourier ട്രാൻസ്ഫോം ഓഫ് f of x equal to e raised to minus ax, x greater than 0. അപ്പോൾ e raised to minus ax ന്റെ എന്ത് കണ്ടുപിടിക്കണം? Fourier ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഫോർമുല എന്താണ്? f of omega ആണ് Fourier ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഫോർമുല 1/√2 pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus I omega x into f of x dx. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ f of x ന് പകരം ഇനി ഇന്റഗ്രൽ x ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വേണ്ട, 0 മുതൽ ഇൻഫിനിറ്റി വരെ മതി അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi ഇന്റഗ്രൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ മതി e raised to minus I omega x into f of x. f of x ആരാണ്? e raised to minus ax. e raised to minus ax dx. So this is equal to 1/√2 pi integral 0 to infinity a raised to m plus a raised to n ഫോർമാറ്റ് ആണ് അല്ലേ. a raised to m plus a raised to n ഫോർമാറ്റ് ആണ്. എന്ത് എഴുതാം? a raised to m plus n എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? e raised to minus ax ഞാൻ ആദ്യം എഴുതി, മൈനസ് I omega x രണ്ടാമത് എഴുതി. ഇത്ര എന്താണ്? dx. So this is equal to 1/√2 pi ഇന്റഗ്രൽ 0 to infinity. ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് ആരെ പുറത്തെടുക്കാം? നമുക്ക് ലെഫ്റ്റിലോട്ട് ഒരു മൈനസ് പുറത്തെടുക്കാം. ഒരു മൈനസ് ഞാൻ പുറത്തെടുത്തു. റൈറ്റിലോട്ട് നമുക്ക് എക്സും പുറത്തെടുക്കാം. a plus I omega എന്ന് വരും. ഇൻറ്റു എന്ത് വരും? x dx. സംശയമുള്ളവരൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. മൈനസ് അകത്ത് പോയാൽ മൈനസ് എ മൈനസ് ഐ ഒമേഗ, എക്സ് അകത്ത് വന്നാൽ മൈനസ് എ എക്സ് മൈനസ് ഐ ഒമേഗ എക്സ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ലെഫ്റ്റിലോട്ട് ഞാൻ ഒരു മൈനസ് പുറത്തെടുത്തു, രണ്ട് ടേമിലും എക്സ് ഉണ്ട്, റൈറ്റിലോട്ട് ഞാൻ ആ എക്സും പുറത്തെടുത്തു. ഇപ്പം ഇ റൈസ് ടു ഇത്രയും എം ആണ്, ഇ റൈസ് ടു എം എക്സ് ഫോർമാറ്റ്, ഇന്റഗ്രൽ ഇ റൈസ് ടു എം എക്സ് ഫോർമാറ്റ്, ഇ റൈസ് ടു എം എക്സ് ബൈ എം ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi ഇന്റഗ്രൽ ഇ റൈസ് ടു എം എക്സ് ഫോർമാറ്റ്, ഇ റൈസ് ടു എം എക്സ്, ഇ റൈസ് ടു മൈനസ് എ പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് എ പ്ലസ് ഐ ഒമേഗ, ഇ റൈസ് ടു മൈനസ് എ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എ പ്ലസ് ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? നമ്മൾ ലിമിറ്റ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എക്സിന് പകരം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കണം അല്ലേ. ഇപ്പൊ ഇ റൈസ് ടു മൈനസ് എ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. നമ്മൾ ഒരുപാട് റോളത്ത് ചെയ്തതാണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം അല്ലേ. ഇ റൈസ് ടു എക്സിന് 0 കൊടുക്കണം. അപ്പൊ 0 ഇൻറ്റു ഈ ടേം 0 ആണ്. ഇ റൈസ് ടു 0ക്ക് മൈനസും പ്ലസും ഇല്ല. സോ ഇ റൈസ് ടു 0, എനി നമ്പർ റൈസ് ടു 0 ഇസ് 1. സോ ഇ റൈസ് ടു 0 എന്നാണ് 1 ഡിവൈഡഡ് ബൈ ബാക്കി ആരുണ്ട്? മൈനസ് എ പ്ലസ് ഐ ഒമേഗ, മൈനസ് ബ്രാക്കറ്റിൽ എ പ്ലസ് ഐ ഒമേഗ. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കറക്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് 0 കൊടുത്തു, ഇ റൈസ് ടു 0 വരും, അത് 1 ആണ്, ബൈ മൈനസ് എ പ്ലസ് ഐ ഒമേഗ, ബൈ മൈനസ് എ പ്ലസ് ഐ ഒമേഗ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi. ഈ രണ്ട് മൈനസ് ചേർന്ന് എന്താവും? പ്ലസ് ആവും. ബാക്കി എന്ത് വരും? 1/a പ്ലസ് ഐ ഒമേഗ, 1/a പ്ലസ് ഐ ഒമേഗ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 1 ആണ്, സിംഗിൾ ഫ്രാക്ഷൻ ആക്കി, √2 ഇൻറ്റു ബ്രാക്കറ്റിൽ ബാക്കി അതുപോലെ കിട്ടും. √2 ഇൻറ്റു എന്ത് വരും? എ പ്ലസ് ഐ ഒമേഗ, എ പ്ലസ് ഐ ഒമേഗ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. 1/√2 ഇൻറ്റു എ പ്ലസ് ഐ ഒമേഗ ആണ് ഇ റൈസ് ടു മൈനസ് എ എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the Fourier transform f of x equal to 5 minus 2 less than or equal to t less than or equal to 2 and 0 else. So നമുക്ക് Fourier transform കണ്ടുപിടിക്കണം. ഫോർമുല എന്താണ്? f of omega is equal to integral 1/√2 pi 1/√2 pi integral minus infinity to infinity e raised to minus I omega x into f of x dx. So this is equal to 1/√2 pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ എല്ലാം റേഞ്ച് തന്നിട്ടുണ്ട്. -2 മുതൽ +2 വരെയാണ് നമ്മുടെ ആൻസർ. സോ -2 തൊട്ട് +2 വരെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. -2 മുതൽ +2 വരെയുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? 5 ആണ് അല്ലെ. സോ ഇൻറ്റു 5 dx.
സോ 5 is a constant ആണ്. കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. 5/√2π ഇന്റഗ്രൽ -2 to 2 ബാക്കി ആരുണ്ട് e raised to minus I omega x dx. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് 5/√2 into 5/√2π into e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to mx ന്റെ e raised to mx by m. സോ e raised to minus I omega x ന്റെ e raised to minus I omega x ഡിവൈഡഡ് ബൈ എന്താണ്? മൈനസ് I omega ഓവർ ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? -2 തൊട്ട് +2 വരെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5/√2 into അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 2 കൊണ്ട് റീപ്ലേസ് ചെയ്യണം അല്ലെ? e raised to minus I omega എക്സിന് പകരം 2 കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? -I omega ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലെ? സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സിനെ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം? -2 കൊണ്ട് റീപ്ലേസ് ചെയ്യണം അല്ലെ? e raised to minus I omega into എക്സിന് പകരം ആരെ കൊടുത്തു? -2 കൊടുത്തു. ഡിവൈഡഡ് ബൈ എന്താണ്? -I omega. So this is equal to 5 divided by √2π into ഇവിടെ മൈനസ് ഡിനോമിനേറ്ററിലാണ്, ഞാൻ അത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. മൈനസ് e raised to minus I omega 2 എന്നല്ലേ? I omega 2 എന്നല്ലേ? ഞാൻ 2I omega എന്ന് എഴുതാലോ. 2 ഞാൻ ആദ്യം എഴുതുന്നു. മൈനസിന് ശേഷം 2 എഴുതി, I എഴുതി, ഒമേഗ എഴുതി. -2I omega. ഈ മൈനസും കൂടെ ചേർന്ന് എന്താവും? പ്ലസ് ആവും. ഈ മൈനസും നമുക്ക് അടുത്ത സ്റ്റെപ്പിലാക്കാം. ഡിവൈഡഡ് ബൈ I omega ഉണ്ട്. അതായത് ബൈ -I omega ആണ്. ആ മൈനസ് ആണ് ഞാൻ ന്യൂമറേറ്ററിൽ കൊടുത്തത്. ഈ മൈനസും കൂടെ ചേർന്ന് എന്താവും? പ്ലസ് ആവും. പ്ലസ് ഈ മൈനസും എന്താവും? പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പൊ e raised to മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ബാക്കി 2I എന്താണ്? ഒമേഗ. 2 എഴുതി, I എഴുതി, ഒമേഗ എഴുതി. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ മൈനസ് ഇല്ല, കാരണം ഈ മൈനസോടെ പ്ലസ് ആയി. ബാക്കി I omega മാത്രമേ ഉള്ളൂ. എന്താണ്? I omega. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും? ഈ രണ്ട് ടേംസിൽ നിന്നും പോസിറ്റീവ് ടേം ആദ്യം എഴുതുക, നെഗറ്റീവ് ടേം രണ്ടാമത് എഴുതുക. 5/√2π into പോസിറ്റീവ് ആയിട്ടുള്ള ടേം ഞാൻ ആദ്യം എഴുതുന്നു. e raised to 2I omega e raised to 2I omega ഞാൻ ആദ്യം എഴുതി. മൈനസ് e raised to -2I omega ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാൻ പറ്റും? I omega എന്ന് എഴുതാൻ പറ്റും. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. ഇയാളെ ആദ്യം എഴുതി, ഇയാളെ രണ്ടാമത് എഴുതി. ഹോൾ ബൈ എന്താണ്? I omega. സോ അപ്പൊ ഇത്രയും കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ e raised to 2I omega ആണ് അല്ലെ? e raised to I theta എന്താണ്? e raised to I theta സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. e raised to I theta എന്ന് പറയുന്നത് എന്താണ്? cos theta plus I sin theta ആണ്. e raised to I theta cos theta plus I sin theta ആണ്. അപ്പൊ e raised to 2I omega എന്ത് വരും? e raised to 2I omega. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള തീറ്റയാണ് ഇവിടെയും വന്നത്. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 2 ഒമേഗ ആണ്. അപ്പൊ തീറ്റ മാറ്റി ആരാക്കണം? 2 ഒമേഗ. കോസ് 2 ഒമേഗ പ്ലസ് I സൈൻ 2 ഒമേഗ. അപ്പൊ e raised to -2I omega എന്ത് വരും? e raised to -2I omega. സോറി, ഇവിടാണ് മൈനസ് ഉള്ളത്. കറക്റ്റ്. e raised to തിരിച്ചെഴുതാണ്. e raised to -2I omega എന്ത് വരും? e raised to -2I omega cos 2 omega minus I sin 2 omega വരും. കാരണം കോസിനകത്ത് മൈനസ് വന്നാൽ അത് പ്ലസ് ആവും, സൈനകത്ത് മൈനസ് വന്നാൽ ആ മൈനസ് പിടിച്ച് പുറത്തിടാൻ പറ്റും. സോ e raised നിങ്ങൾ എത്ര ഓർത്താൽ മതി? e raised to I theta cos theta plus I sin theta, e raised to minus I theta cos theta minus I sin theta. അപ്പൊ പ്ലസ് മൈനസ് ആ വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ അകത്തൊരു മൈനസ് വരും. ഇവിടെ പ്ലസ് ആണ്, അകത്ത് പ്ലസ് ആണ്. സോ ഇത് രണ്ടും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 5/√2π into e raised to 2I omega പകരം e raised to 2I omega പകരം cos 2 omega plus I sin 2 omega മൈനസിന് ശേഷം രണ്ട് ടേംസ് വരാൻ പോവാണ്. രണ്ട് ടേംസ് എന്തിടണം? ബ്രാക്കറ്റ് e raised to -2I omega എന്താണ്? cos 2 omega minus I sin 2 omega
whole divided by എന്തുണ്ട് whole divided by എന്തുണ്ട് I omega. So this is equal to 5 by root 2 pi into numerator bracket open ചെയ്യുക cos 2 omega plus I sin 2 omega minus into cos 2 omega minus cos 2 omega minus into minus plus I sin 2 omega whole divided by എന്താണ് whole divided by I omega. So ഇവിടെ എന്താ ക്യാൻസൽ ആവും plus cos 2 omega minus cos 2 omega കൂടെ ക്യാൻസൽ ആവും. This is equal to 5 by root 2 pi into I sin 2 omega plus I sin 2 omega x plus x 2x I sin 2 omega plus I sin 2 omega 2 I sin 2 omega whole divided by എന്താണ് I omega. So ഇവിടെ I യും കൂടെ എന്തായി പോകും ക്യാൻസൽ ആയി പോകും. This is equal to 2 into 5 എന്ത് വരും 10 divided by എന്തുണ്ട് root 2 pi 10 by root 2 pi sin 2 omega whole divided by എന്താണ് omega. ഇതാണ് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 10 by root 2 pi sin 2 omega whole divided by എന്താണ് omega. 10 by root 2 pi sin 2 omega by omega നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ important question, most important question from this topic. Find the Fourier transform of f of x equal to 1 minus x square for mod x less than 1 and 0 else. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മറ്റുള്ള പ്രോബ്ലത്തിലും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതിന്റെ Fourier transform നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല Fourier transformന്റെ ഫോർമുല എന്താണ്? f of omega is equal to 1 by root 2 pi integral minus infinity to infinity e raised to minus I omega x into f of x dx. ഇതാണ് നമ്മുടെ Fourier transformന്റെ ഫോർമുല. f of x നമുക്ക് mod x less than 1 തന്നിട്ടുണ്ട് അല്ലേ. mod x less than 1 നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്താ? mod x less than 1 minus 1 less than x less than 1. mod x less than a ആണെങ്കിൽ minus a less than x less than a ആണ്. സോ അപ്പം റേഞ്ച് -1 തൊട്ട് 1 വരെയാണെന്ന് മനസ്സിലായി. കറസ്പോണ്ടിങ് f of x എന്താണ്? 1 minus x square. So this is equal to 1 by root 2 pi. റേഞ്ച് എവിടെ മുതൽ എവിടെ വരെയാണ്? -1 തൊട്ട് 1 വരെയാണ്. സോ -1 തൊട്ട് 1 വരെ e raised to minus I omega x into എന്താണ്? 1 minus x square dx. സോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് e raised to minus, ഇവിടെ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് റൂളോ ഒന്നും ഇന്റഗ്രേഷന്റെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. e raised to minus I omega x അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമുക്കറിയാം e raised to I theta എന്ന് പറയുന്നത് എന്താണ്? cos theta plus I sin theta. e raised to minus I theta ആണെങ്കിൽ എന്ത് വരും? cos theta minus I sin theta. നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെ. അപ്പൊ e raised to minus I ക്ക് ശേഷം omega x വരുവാണെങ്കിൽ ഇവിടെ തീറ്റ ആണ്. സോ ഇവിടെ മൈനസ് I ക്ക് ശേഷം omega x ആണ്. അപ്പൊ റൈറ്റിലെല്ലാം omega x വരും. cos omega x minus I sin omega x. സോ അപ്പൊ e raised to minus I omega x എന്താണ്? cos omega x minus I sin omega x. അപ്പൊ e raised to minus I omega x ന് പകരം ആരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? cos omega x minus I sin omega x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So this is equal to 1 by root 2 pi integral minus 1 to 1 e raised to minus I omega x ന് പകരം ആര് കൊടുക്കണം? cos omega x minus I sin omega x. cos omega x minus I sin omega x into എന്ത് വരും? 1 minus x square dx. സോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. രണ്ട് ടേംസിനും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഈ 1 minus x square cos omega x നും വരും. 1 minus x square sin omega x നും വരും അല്ലേ. 1 minus x square cos omega x നും വരും. 1 minus x square sin omega x നും വരും. കാരണം ബ്രാക്കറ്റ് അല്ലേ. 1 minus x square ഇങ്ങോട്ടും വരും. 1 minus x square ഇങ്ങോട്ടും വരും. 1 minus x square ഈ ടേമിലോട്ടും വരും അല്ലേ. രണ്ട് ടേംസിലോട്ടും വരും. സോ അപ്പോൾ രണ്ട് ടേംസിലോട്ടും കൊടുത്ത് ഞാൻ ഫുൾ ആയി ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പോവാണ്. 1 by root 2 pi integral minus 1 to 1 1 minus x square അകത്തേക്ക് വന്നു. 1 minus x square അകത്തേക്ക് വന്നു. ആരുടെ കൂടെ? cos omega x ന്റെ കൂടെ. കൂട്ടത്തിൽ ആ dx ഉം കൂടി അകത്തേക്ക് വന്നു. മൈനസ് ഇനി ഈ 1 by root 2 ഇന്റഗ്രൽ അങ്ങോട്ട് പോകും. 1 by root 2 രണ്ട് ടേംസിനും എല്ലാം കൊടുക്കണം. ഇന്റഗ്രൽ minus 1 to 1 അതായത് ഇന്റഗ്രലും നമ്മൾ ഈ രണ്ട് ടേംസിന് സെപ്പറേറ്റ് കൊടുക്കണം. 1 minus x square കൊടുക്കണം. അതായത് ഇവരെല്ലാവരും അകത്തോട്ട് കയറുവാണ്. ഇപ്പം
1/√2 അകത്തോട്ട് പോയി, ഇന്റഗ്രൽ അകത്തോട്ട് പോയി, 1 - x² അകത്തേക്ക് വന്നു, 1 - x² അകത്തേക്ക് വന്നു. ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു ഐ ഉണ്ടല്ലേ പുറത്ത്, ആ ഐ നമുക്ക് പുറത്തിടാം. ഒരു ഐ പുറത്ത് കിടപ്പുണ്ട്, ഒരു ഐ ഉണ്ട്. ബാക്കി ആരുണ്ട്, sin ωx dx. ഈ ഒരു സ്റ്റെപ്പ് നല്ല ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാൻ നമുക്ക് പറ്റണം. അത് ജസ്റ്റ് ഒന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഈ 1/√2 ഇന്റഗ്രലും ഇയാൾക്കും കൊടുത്തു, ഈ 1/x² അകത്തേക്ക് വന്നു, dx അകത്തേക്ക് വന്നു. ഇനി ഈ 1/√2 ഇന്റഗ്രലും ഈ ടേമിന് കൊടുത്തു, ഐ അവിടെ ഉണ്ടായിരുന്നു, 1/x² അകത്തേക്ക് വന്നു, dx അകത്തേക്ക് വന്നു. കറക്റ്റ് ഈ സ്റ്റെപ്പ്. നെക്സ്റ്റ്, ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഓഡ് ഫംഗ്ഷൻ, രണ്ട് ഈവൻ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ f of x നമുക്കൊരു ഫംഗ്ഷൻ ആണ്. f of -x ചെയ്യുമ്പോഴത്തേക്കിനും -f(x) കിട്ടുവാണെങ്കിൽ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ -a to a f of x dx equal to 0 ആയിരിക്കും. f of x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, f of x ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ -a to a f of x dx എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്നാണ്. എന്താണ് ഈവൻ ഫംഗ്ഷൻ? f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ f of -x ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് f of x ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓഡ്. ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻ. സോ ഇപ്പൊ ഇന്റഗ്രൽ -a to a f of x dx equal to 2 into integral 0 to a f of x dx ആയിരിക്കും. f of x ഈവൻ ആണെങ്കിൽ, f of x ഈവൻ ആണെങ്കിൽ ഇന്റഗ്രൽ -a to a f of x dx എന്തായിരിക്കും, 2 into integral 0 to a f of x. ഇവിടെ എല്ലാം ശ്രദ്ധിച്ച് ലിമിറ്റ് ശ്രദ്ധിച്ച് -1 to 1, -1 to 1, -a to a ഫോർമാറ്റ് ആണ്. ഇപ്പൊ f of x ഈവൻ ആണെങ്കിൽ f of -x f of x ആയിരിക്കും. ഇന്റഗ്രൽ -a to a f of x dx 2 into integral 0 to a f of x dx ആയിരിക്കും. f of x ഓഡ് ആണെങ്കിൽ f of -x -f of x ആയിരിക്കും. സോ ഇന്റഗ്രൽ -a to a f of x dx equal to 0 ആയിരിക്കും. സോ നമുക്കറിയാം sin x എന്ന് പറയുന്നത് ഓൾവേസ് ആൻ ഓഡ് ഫംഗ്ഷൻ ആണ്. cos x എന്ന് പറയുന്നത് ഓൾവേസ് ആൻ ഈവൻ ഫംഗ്ഷൻ ആണ്. sin x ഓൾവേസ് എന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. cos x ഓൾവേസ് ഈവൻ ഫംഗ്ഷൻ ആണ്. അത് ഉറപ്പിക്കണമെങ്കിൽ കൂടെ ഒരു ഫംഗ്ഷൻ കിടപ്പുണ്ട്. ആ കൂടെ കിടക്കുന്ന ഫംഗ്ഷനിൽ f of a f of b ആയിരിക്കണം. ഇത് ലോവർ ലിമിറ്റ് ആണ് a, അപ്പർ ലിമിറ്റ് ആണ് b. അപ്പം ഇത് sin x എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഈ മൊത്തം പക്ഷെ sin x ഒറ്റയ്ക്കല്ലല്ലോ കിടക്കുന്നത്, കൂടെ ഒരാളും കിടപ്പുണ്ടല്ലോ. അപ്പൊ ഓഡ് ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ കൂടെ കിടക്കുന്ന ഫംഗ്ഷനിൽ f of a equal to f of b സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. f of a എന്ന് പറയുന്നത് എന്താണ്, f of -1. ഇവിടെ നമ്മൾ f of x നമ്മൾ ഇത് മാത്രം എടുക്കുന്നു, ഇത് ഓഡ് ആണെന്ന് നമുക്കറിയാം. ഇതെന്താണ്, 1 - x² ആണ്. ഇവിടെ f of -1 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, f of -1 1 - -1ന്റെ സ്ക്വയർ 1 - 1 0 കിട്ടും. f of 1 ചെയ്യുമ്പോൾ എന്ത് വരും, 1 - 1² 1 - 1 ആൻസർ എന്ത് കിട്ടും, 0. അതായത് ഇവിടെ f of a equal to f of b ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓഡ് തന്നെ ആയിരിക്കും. ഇനി സപ്പോസ് ഈ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ അത് ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഉത്തരം സെയിം അല്ലെങ്കിൽ അത് ഓഡ് ആവില്ല, ഈവൻ ആയിരിക്കും. ശ്രദ്ധിക്കണം, അത് നല്ല ശ്രദ്ധിച്ചോണം, അത് ഓഡ് ആയിരിക്കത്തില്ല. ഓഡ് ആവണമെന്നുണ്ടെങ്കിൽ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ f of a f of b ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായി, ഓഡ് ആണ് നമുക്ക് മനസ്സിലായി. സോ അപ്പൊ ഓഡ് ആയതുകൊണ്ട് തന്നെ ഓഡിന്റെ എല്ലാം നമുക്ക് തീർത്തിട്ടു. ഓഡ് ആയതുകൊണ്ട് തന്നെ ആ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ -a to f of x dx f of x ഓഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ എന്തായിരിക്കും, സോ ഇപ്പൊ ഈ ഇന്റഗ്രലിന്റെ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അപ്പൊ ഇനി ഈ ഇന്റഗ്രലിന്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ, ഈ ഇന്റഗ്രലിന്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു ഇത് cos ωx. cos ωx ജനറലി എന്താ നമുക്കറിയാം, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. ജനറലി ഇത് എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. ഈവൻ ആയിട്ട് തന്നെ ഇവിടെ ഓഡ് ആയിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ f of a f of b ഇതാണ് നമ്മുടെ f of x 1 - x². ലോവർ ലിമിറ്റിലോ അപ്പർ ലിമിറ്റിലോ അതിന്റെ ഉത്തരം സെയിം ആയിരിക്കണം. f of a f of b സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇവിടെ ഈവൻ ആണെന്ന് നമുക്കറിയാം. കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ f of a f of b സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈവൻ തന്നെ ആയിരിക്കും. സോ സെയിം സാധനം തന്നെ f of -1 1 - -1² 1 - 1 0 വരും. f of 1 1 - 1 0 വരും. f of a f of b സാറ്റിസ്ഫൈഡ് ആണ്. സോ ദിസ് ഈസ് ഓൾവേസ് റിമെയിൻസ് ആസ് ഈവൻ. സോ അപ്പം നമ്മുടെ ഈ മൊത്തം ഫംഗ്ഷൻ ഓഡ് ആണ്. ഓഡ് ആണെങ്കിൽ അതിന്റെ ആൻസർ 0 ആണ്. ഇത് മൊത്തം ഈവൻ ആണ്, നമ്മൾ ഉറപ്പിച്ചു. ആൻസർ എന്താണ്, 2 into integral 0 to a. അപ്പൊ 1/2√2 ഓൾറെഡി അവിടെ ഉണ്ട്, 1/√2π ഓൾറെഡി അവിടെ ഉണ്ട്, 1/√2π ഓൾറെഡി അവിടെ ഉണ്ട്. ബാക്കി ആര് വരും, 2 into integral 0 to a. 2 into integral 0 to a എന്താണ്, 1 ആണ്. -a to +a ആണെങ്കിൽ -1 to plus ആണെങ്കിൽ 2 into integral 0 to 1 വരും. 0 to 1 ബാക്കി അതുപോലെ തന്നെ f of x dx. f of x ആരാണ്, 1 - x² cos ωx
dx മൈനസ് ഇതിന്റെ ഉത്തരം എന്തായപ്പോ 0. സോ അതിന് ബാക്കി എഴുതേണ്ട ആവശ്യമില്ല. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇതാണ്. ഇനി ഇയാളെയാണ് നമ്മൾ ബാക്കി ചെയ്തെടുക്കേണ്ടത്. 1/√2π into 2 into integral 0 to 1 1 minus x square cos omega x dx. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലതായിട്ട് ചോദിക്കുന്നതായിരുന്നു. ഇതേ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നതാണ് കേട്ടോ, ഒറ്റയടിക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്, നന്നായിട്ട് പഠിച്ചോണം. സോ ഈ ഇന്റഗ്രൽ 1/√2π into 2 into integral 0 to 1 1 minus x square into cos omega x dx. ഇത് ഇന്റഗ്രൽ uv ഫോർമാറ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 1 into 2 എന്താണ് 2 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട് √2π കിടപ്പുണ്ട്, ബാക്കി 1 minus x square, ബാക്കി cos omega x dx. ഇതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇനി ഒരു സൈഡിലോട്ട് പോയിട്ട് ഒരു ചെറിയ പരിപാടി നമുക്ക് ചെയ്യാനുണ്ട്, ഒരു കോളം പരിപാടി. ശ്രദ്ധിക്കണേ, ഈ ഇന്റഗ്രൽ 0 to 1 ആണ്, 1 minus x square into cos omega x dx. ഇത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ ആളെ നമ്മൾ u എന്ന് വിളിക്കണം, രണ്ടാമത്തെ ആളെ നമ്മൾ v എന്ന് വിളിക്കണം. അപ്പൊ ഇന്റഗ്രൽ u v ഫോർമാറ്റ് ആണ്, ഇന്റഗ്രൽ u v ഫോർമാറ്റ്. സോ അപ്പൊ ഇന്റഗ്രൽ u v ഫോർമാറ്റ് ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇന്റഗ്രൽ u v യുടെ ആൻസർ ഇതാണ്. ഇന്റഗ്രൽ u v is equal to u v1 minus u dash v2 plus u double dash v3. u v1 minus u dash v2 plus u double dash v3 മൈനസ് യു ട്രിപ്പിൾ ഡാഷ് v4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഡാഷ് എന്ന് പറയുന്നത് എല്ലാം ഡെറിവേറ്റീവ് ആണ്. v1 v2 v3 എന്ന് പറയുന്നത് എല്ലാം ഇന്റഗ്രൽ ആണ്. ഡാഷ് എന്ന് പറയുന്നത് എല്ലാം ഡെറിവേറ്റീവ്, v1 v2 v3 എന്ന് പറയുന്നത് എല്ലാം എന്താണ് ഇന്റഗ്രൽ. സോ u v1 മൈനസ് യു ഡാഷ് v2 പ്ലസ് യു ഡബിൾ ഡാഷ് v3 ആ ഫോർമാറ്റിലാണ്. സോ അപ്പൊ നമ്മുടെ u എന്ന് പറയുന്നത് 1 minus x square ആണ്, 1 minus x square. v എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് എന്താണ് 1 minus x square, u is equal to 1 minus x square. v എന്ന് പറയുന്നത് എന്താണ്, അത് u v നമ്മൾ ആദ്യം എഴുതണം. v എന്ന് പറയുന്നത് cos omega x, cos omega x. സോ ഫസ്റ്റ് ആര് കണ്ടുപിടിക്കണം, u1. ആദ്യമേ u ഡാഷ് u ഡബിൾ ഡാഷ് 0 ആകുന്നവരെ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് u ഡാഷ് 1 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x ഡെറിവേറ്റീവ് മൈനസ് 2x, u ഡബിൾ ഡാഷ് മൈനസ് 2 into x ഡെറിവേറ്റീവ് 1, u ട്രിപ്പിൾ ഡാഷ് ആകുമ്പോൾ പിന്നെ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ് 0. അപ്പൊ നമുക്ക് ആൻസറിൽ എത്ര ടേംസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. u ഡബിൾ ഡാഷ് വരെ വരും, u v1 മൈനസ് യു ഡാഷ് v2 പ്ലസ് യു ഡബിൾ ഡാഷ് v3, ബാക്കിയില്ല. u ഡബിൾ ഡാഷ് v3 വരെയാണ് നമുക്ക് വരുന്നത്. സോ അപ്പൊ നമുക്ക് v1 വേണം, v2 വേണം, v3 വേണം, ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അപ്പൊ ആദ്യമേ v1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ v dx ആണ്, ഇന്റഗ്രൽ v dx, അതായത് v യുടെ ഇന്റഗ്രേഷൻ. ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു പോവുക, ഇവിടെ ഇന്റഗ്രൽ എടുത്തു പോവുക. cos omega x ന്റെ ഇന്റഗ്രൽ എന്താണ്, ഇന്റഗ്രൽ cos omega x dx. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരുടെ ഡെറിവേറ്റീവ് ആണോ അതാണ് ഇന്റഗ്രലിന്റെ ആൻസർ അല്ലേ. ഇന്റഗ്രൽ cos omega x dx is equal to sin omega x ന്റെ ഡെറിവേറ്റീവ് ആണ് cos omega x. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ omega x, omega x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x omega. സോ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ചെയിൻ റൂൾ അനുസരിച്ച്. ഇൻ ദ കേസ് ഓഫ് ഇന്റഗ്രേഷൻ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ചെയിൻ റൂൾ അനുസരിച്ച് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷിയേഷൻ. സോ ഇവിടെ ഇന്റഗ്രേഷൻ ആണ്, അകത്ത് കിടന്ന ഫംഗ്ഷൻ omega x, omega x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x omega, അതുകൊണ്ട് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു. സോ sin omega x by omega ആണ് v1, sin omega x divided by എന്താണ് omega. സോ അപ്പൊ നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കണം, v1 ആയി. നെക്സ്റ്റ് ആര് വേണം, v2 വേണം, v3 വേണം അല്ലെ. v2 എന്ന് പറയുന്നത് v1 ന്റെ ഇന്റഗ്രൽ ആണ്. v2 എന്ന് പറയുന്നത് എന്താണ് v1 ന്റെ ഇന്റഗ്രൽ v1 dx ആണ് എന്തെന്ന് പറയുന്നത് v2. സോ ഇന്റഗ്രൽ v1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് sin omega x divided by omega dx. 1 by omega is taken as constant. sin omega x ന്റെ ഇന്റഗ്രൽ cos x ന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x, മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് cos omega x ന്റെ ഡെറിവേറ്റീവ് ആണ് sin omega x. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ omega x, അതിന്റെ ഡെറിവേറ്റീവ് omega ഡിവൈഡ് ചെയ്തു, മൈനസ് cos omega x ഡിവൈഡഡ് ബൈ omega into omega എന്താണ് omega സ്ക്വയർ. സോ മൈനസ് cos omega x by omega സ്ക്വയർ ആണ് v2, മൈനസ് cos omega x ഡിവൈഡഡ് ബൈ എന്താണ് omega സ്ക്വയർ.
സോ അപ്പൊ നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കണം? v3. v3 എന്ന് പറയുന്നത് എന്താണ്? v2 ന്റെ ഇന്റഗ്രൽ. ഇവിടെ ഓരോന്നും ഇപ്പൊ ഇയാളുടെ ഡെറിവേറ്റീവ് ഇത്, ഇയാളുടെ ഡെറിവേറ്റീവ് ഇത്, ഇയാളുടെ ഇന്റഗ്രൽ ഇത്, ഇയാളുടെ ഇന്റഗ്രൽ ഇത്, ഇയാളുടെ ഇന്റഗ്രൽ, അങ്ങനെ വേണം പോകാൻ. സോ അപ്പം v2 ന്റെ ഇന്റഗ്രൽ ആണ് v3 വരെ വേണം നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അപ്പൊ നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കണം? v3 എന്ന് പറയുന്നത് v2 ന്റെ ഇന്റഗ്രൽ ആണ് അല്ലേ? v3 ഈക്വൽ ടു ഇന്റഗ്രൽ v2 ആരാണ്? മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ dx. മൈനസ് കോൺസ്റ്റന്റ് ആണ്, ബൈ ഒമേഗ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ. ഫസ്റ്റിലെ നമ്മൾ ചെയ്ത കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 into സൈൻ ഒമേഗ എക്സ് മൈനസ് സൈൻ ഒമേഗ എക്സ് divided by omega square into omega cube. Omega square into omega cube. So the answer is minus sin omega x divided by എന്താണ്? omega cube. Minus sin omega x divided by omega cube. ഇനി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുല അനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകണം കേട്ടോ. So this is equal to uv1 2 by root 2 pi ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഇന്റഗ്രൽ ഒന്നും വേണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ജസ്റ്റ് uv1, ഇനി uv1 മൈനസ് u ഡാഷ് v2 പ്ലസ് u ഡബിൾ ഡാഷ് v3. uv1 u എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു v1 സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ, സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ. uv1 ആയി മൈനസ് u ഡാഷ് v2, u ഡാഷ് ആരാണ്? മൈനസ് 2x ഇൻറ്റു v2 ആരാണ്? മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. uv1 മൈനസ് u ഡാഷ് v2 പ്ലസ് u ഡബിൾ ഡാഷ് ആരാണ്? മൈനസ് 2 ഇൻറ്റു v3 ആരാണ്? മൈനസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. സോ ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1 വരെ. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇത് കിട്ടാനായിരുന്നു നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാനിത് ഒറ്റയടിക്കാൻ എഴുതുവാണേ, മൈനസ് ഈ ടേം കൂടി ഇങ്ങോട്ട് എഴുതുവാണ് കേട്ടോ. മൈനസ് പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഓവർ ദ ലിമിറ്റ് 0 to 1. സംഭവം മനസ്സിലായോ? സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് എഴുതി, പിന്നെ ഇത് തന്നെ എടുത്ത് അങ്ങോട്ട് എഴുതിയിട്ട് ഇത് ഉടച്ചു കളഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. സോ ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നല്ല ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് കൂടുതലുള്ളതാണ്, നല്ലതായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by root 2 pi 1 minus x square into sin omega x divided by ഒമേഗ ആണ് കേട്ടോ. സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് ആവും. ആ പ്ലസും ഈ മൈനസും കൂടെ ചേർന്ന് പിന്നെ മൈനസ് ആവും. 3 മൈനസ് വരുമ്പോൾ അത് മൈനസ് ആണ്, നെറ്റ് എഫക്റ്റ്. ബാക്കി 2x ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് അഗൈൻ പ്ലസ് 2 സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഓവർ ദ ലിമിറ്റ് 0 to 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by root 2 pi. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിനെല്ലാം എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ 1 മൈനസ് 1 സ്ക്വയർ, ഈ ടേം 0 ആയി പോകും. ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഇത് 0 ആയി പോകും. ബാക്കി ഇനി ഇവിടെ കൊടുക്കണം. അപ്പൊ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു 1 2 ആണ്. കോസ് ഒമേഗ ഇൻറ്റു 1 ഒമേഗ ആണ്. ബൈ എന്താണ്? ഒമേഗ സ്ക്വയർ പ്ലസ് 2 സൈൻ ഒമേഗ ഇൻറ്റു 1 ഒമേഗ ആണ് ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. അപ്പൊ അപ്പർ ലിമിറ്റിന്റെ പരിപാടി കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ്. സൈൻ 0 0 ആണ്. അപ്പൊ ഈ ടേം 0 ആവും. 0 ഇൻറ്റു ഫസ്റ്റിലെ വരും. എക്സ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ഫസ്റ്റിലെ വരും. അപ്പൊ ഈ ടേം 0. അഗൈൻ സൈൻ 0 0 ആണ്. അപ്പൊ ഈ ടേം 0. അപ്പൊ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3 ആൻസേഴ്സും 0 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റിൽ മാത്രമേ സൊല്യൂഷൻസ് ഉള്ളൂ. ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഇനി ഇതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ ഫൈനൽ ആൻസർ ആയി. So this is equal to minus 2 sin omega 2 by root 2 pi
പോസിറ്റീവ് ഉള്ള ടേം ഞാൻ ആദ്യം എഴുതുന്നു 2 sin ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. നെഗറ്റീവ് ഉള്ള ടേം രണ്ടാമത് എഴുതുന്നു -2 cos ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു രണ്ട് ടേംസിൽ നിന്ന് 2 ഉണ്ടല്ലേ, അപ്പൊ ഞാൻ 2 പുറത്തിട്ടു ബൈ റൂട്ട് 2 പൈ. ഈ രണ്ട് ടേംസിലും 2 ഉണ്ട്, 2 പുറത്ത് വന്നു. സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. ഇവിടെ ഒമേഗ സ്ക്വയർ ആണ്, ക്യൂബ് കൊണ്ടുവന്ന സിംഗിൾ ഫ്രാക്ഷൻ ആക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മുകളിൽ ഒരു ഒമേഗ കൊടുത്തു. 2 ഒമേഗ കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ എന്താണ് ഒമേഗ ക്യൂബ്. മുകളിലും താഴെ ഒരു ഒമേഗ കൊടുത്തു. ഇപ്പൊ ഒമേഗ ഒമേഗ കട്ടായാൽ ഒമേഗ സ്ക്വയർ തന്നെ ആവും. ഇനി നിങ്ങൾ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം. 2 × 2 4 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പൈ സൈൻ ഒമേഗ -2 ഒമേഗ കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ എന്താണ് ഒമേഗ ക്യൂബ്. This is the final solution. 4 by root 2 pi sin omega -2 omega cos omega by omega cube. നല്ല ക്വസ്റ്റ്യൻ ആണ്.